പിന്നെ സാമ്പത്തികമായിട്ട് ഇപ്പം ഞങ്ങൾക്ക് സഹായിക്കാൻ പറ്റിയില്ലെങ്കിലും മറ്റെല്ലാ കാര്യങ്ങൾക്കും മുൻപന്തിയിൽ ഞങ്ങളുണ്ടാവും. അമ്മ വിഷമിക്കേ വേണ്ട. എന്നാ ഞാൻ ഫോൺ വെക്കട്ടെ മോളെ, ഒരു 100 കൂട്ടം ജോലി കിടപ്പുണ്ട്. ആ വെച്ചു 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 വെച്ചു. എന്ത് വൃത്തിയടാ നീ കാണിച്ചത്? ഒരാള് സംസാരിച്ചോണ്ട് നിൽക്കുമ്പോ ഫോൺ തട്ടിപ്പറിക്കുന്നത് അത്ര നല്ല കാര്യമല്ല. എനിക്കേ ഒരല്പം മാനസ് കുറവാ. അതുകൊണ്ട് സാമ്പത്തിക നഷ്ടമൊന്നും ഉണ്ടായില്ലല്ലോ. പോവോ? കുറച്ച് പൈസയെങ്കിലും കൊടുക്കാത്ത കഷ്ടമല്ലേ അമ്മേ? അച്ഛന്റെ പണം ഉണ്ടല്ലോ, അച്ഛൻ ഇത് കൊടുക്കാനും തയ്യാറാ. അമ്മ എന്താ സമ്മതിക്കാത്ത? മുട്ടേന്ന് വിരിഞ്ഞില്ല. അതെങ്ങനെയാ? മത്തം കുത്തിയ കുമ്പളം മുളക്കില്ലല്ലോ. നിങ്ങൾ ഒറ്റ ഒരുത്തന ഇവളുമാരെ കൊണ്ട് എന്നെ കുറ്റം മൊത്തം പറയിപ്പിക്കുന്നത്. ഉള്ള പണം എടുത്ത് എന്റെ വീട്ടുകാർക്ക് കൊടുത്താലേ ഈ ജന്മം അത് തിരിച്ചു കിട്ടാൻ പോകുന്നില്ല. കൊള്ളാം, നല്ല സഹോദര സ്നേഹം. നിനക്ക് 2 പെൺമക്കള് വളർന്നു വരുന്നുള്ള കാര്യം ഓർമ്മിക്കുന്നത് നല്ലതാ. ആ ഓർമ്മയില്ലാത്തത് എനിക്കല്ല, നിങ്ങൾക്കാ. ആ ഓർമ്മ ഉണ്ടായിരുന്നെങ്കിലേ കയ്യിലിരിക്കുന്ന പൈസ എടുത്ത് നാട്ടുകാർക്ക് കൊടുക്കാൻ ശ്രമിക്കില്ലായിരുന്നു. നല്ല സമയത്ത് പൈസ ഉണ്ടാക്കി വെച്ചാലേ വന്ദനയുടെ കല്യാണം നടത്താൻ വേണ്ടി ഇപ്പൊ എന്റെ അച്ഛനും അമ്മയും തെണ്ടുന്നത് പോലെ എനിക്ക് തെണ്ടേണ്ടി വരത്തില്ല. എന്റെ ഫോൺ വേണ്ട, ഇനി തന്നാലേ നിങ്ങൾ വീണ്ടും ചിലപ്പോ വിളിക്കും. പാടി. അതെ ഹരി, സത്യം പറയാലോ മോളെ, ഭാര്യയായി നിന്നെ കുറിച്ച് ഓർത്ത് എനിക്ക് അഭിമാനം തോന്നുന്നു. അയ്യോ, നിനക്ക് അങ്ങനെ ഒരു സംഗതിയൊക്കെ ഉണ്ടോ? അല്ല, എന്ത് കാര്യത്തിലാ അഭിമാനം തോന്നുന്നേ? അതെ, ചേച്ചിയുടെ വിവാഹത്തിന് സാമ്പത്തികമായി സഹായിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞ് പ്രകാശേട്ടൻ ഒഴിഞ്ഞു മാറിയപ്പോ പണം കൊടുക്കാന്ന് നീ ഓഫർ ചെയ്തില്ലേ? ഓ, അതാണോ? എന്നിട്ട് ആ ഓഫർ സ്വീകരിക്കാതെ നിന്റെ അച്ഛൻ എന്നെ അപമാനിക്കുകയല്ലേ ചെയ്തത്? അത് മോളെ, നിന്റെ അച്ഛന്റെ കയ്യിൽ നിന്ന് പണം വാങ്ങി സഹായിക്കാന്ന് പറഞ്ഞുകൊണ്ടാ അച്ഛനത് വേണ്ടാന്ന് പറഞ്ഞത്. കയ്യില് കാശിന്റെ മുതലില്ലെങ്കിലും ദുരഭിമാനത്തിന്റെ കാര്യത്തില് ഒരു കുറവില്ലല്ലോ ഇവിടെ ഉള്ളവർക്ക്. അല്ലെങ്കിലും എന്റെ അച്ഛൻ എപ്പോഴും പറയും, ഒരേ സാമ്പത്തിക ബന്ധം ഉള്ളവരോടൊപ്പമേ വിവാഹ ബന്ധം പാടുള്ളൂന്ന്. അത് അവഗണിച്ച് നിന്നെ കിട്ടിയതാ ഞാൻ ചെയ്ത ഏറ്റവും വലിയ അബദ്ധം. അങ്ങനെ പറയരുത്. നോക്ക്, നമ്മുടെ സ്വന്തം സമ്പാദ്യാന്നും പറഞ്ഞ് പണം കൊടുത്തിരുന്നെങ്കിൽ അച്ഛൻ ആ പണം വാങ്ങിയേനെ. നമ്മുടെ സമ്പാദ്യോ? എന്റെ മാത്രം സമ്പാദ്യോ ബാങ്ക് അക്കൗണ്ടിലുള്ളത്. അതെങ്ങനെ നമ്മുടെ സമ്പാദ്യാവും? ഹരി, ഞാനൊരു കാര്യം പറയട്ടെ മോളെ, നിന്റെ അച്ഛൻ്റെ കയ്യിൽ നിന്ന് രഹസ്യമായി പണം വാങ്ങി അത് നമ്മുടെ സമ്പാദ്യാന്ന് കള്ളം പറഞ്ഞ് അച്ഛന് കൊടുത്താലോ? അങ്ങനെ കള്ളം പറഞ്ഞ് എത്ര ലക്ഷം രൂപ കൊടുക്കണം? അത് ഏറ്റവും കുറഞ്ഞതൊരു 2 ലക്ഷം രൂപയെങ്കിലും. നാണമില്ലേ നിനക്കിത് പറയാനായിട്ട്? കാശ പോലും കൊടുക്കില്ല ഞാൻ. നീ എന്തോ സ്റ്റാർട്ടപ്പ് ബിസിനസ് ഒക്കെ തുടങ്ങാൻ പോകുന്നെന്ന് വീം വിളക്കുന്ന കേട്ടല്ലോ. ആദ്യം അത് പോയി തുടങ്ങ, എന്നിട്ട് മറ്റുള്ളവരെ സഹായിക്കുന്ന കാര്യത്തെ കുറിച്ച് ആലോചിക്ക. അതെ, അച്ഛൻ ഐസ്ക്രീം കഴിക്കാൻ കൊതിയാവുന്നെന്ന്. നമ്മള് ഒരുമിച്ച് ഐസ്ക്രീം കഴിക്കാൻ പോണെന്ന് അച്ഛൻ പറഞ്ഞു. സർ, അർജന്റായി ചെയ്യാനായി ചില വർക്കുകളുണ്ട്. മാത്രമല്ല വീട്ടുകാരോട് ഞാൻ എന്താ പറഞ്ഞു വരുന്നേ? ഞാനിപ്പോ ഐസ്ക്രീം പാർലറിലേക്ക് വരുന്നില്ല എന്ന് പറയായിരുന്നു. ഐസ്ക്രീം കഴിക്കുന്ന കാര്യം ആരാ പറഞ്ഞേ? അമ്പടി
കള്ളി, നിന്നെ ഞാനിന്ന് ദിയമോൾ എന്തിനാ ചിരിക്കുന്നേ? നമ്മള് 3 പേരും കൂടി പുറത്തു പോയി ഐസ്ക്രീം കഴിക്കണമെന്ന് സാറ് നിർബന്ധിച്ചെന്നാ ദേമോള് പറഞ്ഞത്. ഞാൻ അങ്ങനെ പറഞ്ഞിട്ടേയില്ല. അച്ഛൻ അങ്ങനെ പറഞ്ഞില്ല. പക്ഷേ മോൾക്ക് അച്ഛന്റെ അമ്മയുടെയും കൂടെ ഇരുന്ന് ഐസ്ക്രീം കഴിക്കണം. പ്ലീസ് അച്ഛാ, അച്ഛന്റെ മോളല്ലേ ഞാൻ. വന്ദന, മോളുടെ ആഗ്രഹമല്ലേ? നമുക്ക് ഒരുമിച്ച് ഐസ്ക്രീം ബാറിലേക്ക് പോവാം. സാർ അത് വാ. വാ അമ്മേ, വാ അച്ഛാ. വാ. വരൂ. അതിങ്ങ് താമോളെ. വേണ്ട, ദിയമോൾ ഓർഡർ ചെയ്യട്ടെ. അയ്യോ മോളെ. വന്ദന, അവൾ ഓർഡർ ചെയ്തിട്ട് വരട്ടെ. മോളെ, അങ്കിളെ ഐസ്ക്രീം വേണം. ഏതാ വേണ്ടേ? സ്ട്രോബെറി, വാനില, ചോക്ലേറ്റ്, ഫ്രൂട്ട് സലാഡ്? ആദ്യം 3 വാനില എടുത്തോ. സാറ് വളരെ നല്ല രചന. അതെന്താ വന്ദന അങ്ങനെ തോന്നാൻ? മോളോടുള്ള കരുതലും സ്നേഹം കാണുമ്പോ എനിക്കങ്ങനെ തോന്നി. എനിക്ക് കിട്ടിയ ഏറ്റവും വലിയ ഭാഗ്യം എന്റെ അച്ഛനും അമ്മയും. ആ സ്നേഹം ആസ്വദിച്ച് കൊതി തീർന്നിട്ടില്ല എനിക്ക്. അതെല്ലാം നഷ്ടപ്പെടുത്തിയിട്ട് വേണം ഒന്നും നഷ്ടപ്പെട്ടിട്ടില്ല. അവിടെ ഒരു കുറവും വരില്ല വന്ദനയ്ക്ക്. സ്നേഹിക്കാൻ മാത്രം അറിയാവുന്ന ഒരമ്മയുടെ അടുത്തേക്കാണ് വന്ദന വരാൻ പോകുന്നത്. ഒരു വളർത്തു മകനെന്ന് തോന്നൽ എനിക്ക് ഈ നിമിഷം വരെ തന്നിട്ടില്ല. ഒരുപക്ഷെ അങ്ങനെ ഒരു അമ്മയുടെ സ്നേഹം അനുഭവിച്ചതുകൊണ്ടാവാം ഞാനും എൻ്റെ മോൾക്കൊരു അമ്മയെ തേടിയത്. ഇത് മോൾക്ക് കഴിക്കാം. അരികിൽ പതിയിട നെഞ്ചിൽ ആരോ മൂളും രാഗം, മിഴികൾ മൊഴിയും മധുരം കിനിയും നീ എന്നിൽ ലീനം. മഴയേ എൻ കനവിൽ അവളറിയാതെ തളിരണിയും പുലരികളിൽ മഞ്ഞിൻ തൂവൽ വീശി മെല്ലെ മെല്ലെ കൊള്ളാലോ പരിപാടി.
ഭാര്യയുടെ ബാഗിൽ നിന്ന് വളരെ റിസ്ക് എടുത്ത് അടിച്ചു മാറ്റിയ പണം കൊണ്ട് വാങ്ങിയ സിഗരറ്റാ. അത് കണ്ടുപിടിച്ച് വലിച്ച് കേട്ട് അല്ലേ. ഈ ഉളുപ്പെന്ന സാധനം ഏട്ടന് ലെവലേശ ഇല്ല അല്ലേ? നമ്മള് ഏകോദര സഹോദരങ്ങളല്ലടാ. നമുക്കിടയിൽ ഉളുപ്പിന്റെ ആവശ്യകത ഇല്ലല്ലോ. മതി നിന്ന് വലിച്ചത്. ബാക്കി തരടാ, തരാം. അല്ല, വന്ദനയുടെ കല്യാണത്തിന് നീ എന്താ കൊടുക്കുന്നേ? എന്റെ കയ്യിൽ എവിടെ ഏട്ടാ കാശ്? ഹരിതയെ കൊണ്ട് പറ്റുമെങ്കിൽ നല്ലൊരു തുക കൊടുപ്പിക്കണം. നടന്നു തന്നെ. അല്ല, ഏട്ടൻ എന്താ കൊടുക്കുന്നത്? ചുണ്ടു പൊള്ളി. വെറുതെ വലിച്ച് കരള് വാട്ടാതടാ. കുറ്റിമട്ടം വരെ വലിച്ച് കേട്ടിട്ട് ഇങ്ങോട്ടെടുക്കുക. ആ സ്റ്റാർട്ടപ്പ് ബിസിനസ് തുടങ്ങിയിരുന്നെങ്കിൽ ചേച്ചിയുടെ കല്യാണത്തിലുള്ള മുഴുവൻ പണവും ഞാൻ കൊടുത്തേനെ. ബിസിനസ് എങ്ങനെ തുടങ്ങാനാ? ബിസിനസിന് ആവശ്യത്തിന് ഒരു 10 ലക്ഷം രൂപ അച്ഛനോട് ഞാൻ കടം ചോദിച്ചതാ, തന്നില്ല. ആ പണം കൂട്ടുകാരനെ സഹായിച്ച് തൊലച്ചില്ലേ? പൈസ തിരികെ ചോദിക്കാൻ ചെന്നപ്പോ അവര് കയ്യും മലർത്തി. അനുഭവിക്കട്ടെ, അല്ലാതെന്താ പറയാ. അച്ഛൻ പിരിയുമ്പോ ആ ഓട്ടോമൊബൈൽ കമ്പനിക്കാര് നല്ലൊരു തുക കൊടുക്കും. അത് ഇതുപോലെ നാട്ടുകാര് കൊണ്ടുപോയി തിന്നാതെ കൈക്കലാക്കണം. അതിനുള്ള ചിന്തയിലാ ഞാൻ. ഈ ജന്തുവിന് ഉറക്കവുമില്ലേ? എവിടെ ചെന്നാലും വലിഞ്ഞേറി വന്നോളൂ. ശാവ നിർത്തടാ നിന്റെ ഒരു കഥകളി. കല്യാണം നടത്താനേ നമ്മൾ കൂടി അങ്ങോട്ട് സഹായിക്കണമെന്ന് അവന്റെ ഒരു ഉപദേശം. എടാ, നീ ഒരു ഗതികെട്ട പട്ടിയെ പോലെ തെരുവിൽ കിടന്നവനാ. അവിടുന്ന് അച്ഛനും അമ്മയും എടുത്തു വളർത്തിയതാ നിന്നെ. അന്നു മുതൽ ഓസിന് വെട്ടി വിഴുങ്ങിയതല്ലേ? ആ പണം തിരിച്ചു കൊടുത്ത് സഹായിക്കണം. ഇവൻ ഇതും കണ്ടുപിടിച്ചോ? ഈ സിഗരറ്റിനുള്ളിൽ വെടിമരുന്ന് വെച്ചിട്ടുണ്ടെന്നല്ലേ അദൃഷ്ടം പറഞ്ഞത്? അയ്യോ, എനിക്ക് വേണ്ട. പോടവിടുന്ന്. മോനെ, എടാ നീ എന്താ ഭക്ഷണം കഴിക്കാത്ത? നിന്നെ ആരെങ്കിലും വഴക്ക് പറഞ്ഞോ? നീ പട്ടിണി കിടക്കുന്നത് കണ്ടപ്പോ ഈ മുത്തശ്ശിക്കും ചോറ് ഇറങ്ങിയില്ല മോനെ. ചന്ദ്രികയൊന്നും കഴിച്ചു കാണില്ല. നിന്റെ സങ്കടങ്ങൾ എന്താന്ന് പറഞ്ഞുകൂടെ നിനക്ക്? അല്ല, എന്തോ ഉണ്ട്. മുത്തശ്ശിയോട് പറ.
നീ പറഞ്ഞതൊക്കെ എനിക്ക് മനസ്സിലായി. എത്രയോ കാലങ്ങളായിട്ട് നിന്റെ ഗോഷ്ഠികളും വിക്രിയകളും കാണുന്നവളായി മുത്തശ്ശി. പണമൊന്നും കൊടുക്കാതെ വലിച്ചു വാരി തിന്നുന്ന തീറ്റിമാടനെന്ന് നിന്നെ ആക്ഷേപിച്ചവരുണ്ടല്ലോ. ആരായാലും അനുഭവിക്കൂടാ. 1 രൂപയ്ക്ക് തിന്ന 9 രൂപയ്ക്ക് വിയർപ്പൊഴുക്കുന്നവനാ നീ. എടാ മോനെ, ഈ വീട്ടിലെ ചില കാര്യങ്ങൾ കാണുമ്പോ ഒന്നും മനസ്സിലാവാത്തതുപോലെ ഇരിക്കണം. ചിലതൊക്കെ കാണുകയോ പ്രതികരിക്കുകയോ ഒന്നും ചെയ്യാൻ പാടില്ല. അതാണ് നല്ലത്. സ്വന്തം ആൺമക്കളെക്കാൾ മാധവനെയും ചന്ദ്രികയും സ്നേഹിക്കുന്നവനാ നീ. അവർക്ക് വേണ്ടി ജീവൻ പറിച്ചു കൊടുക്കുന്നവനാ. അങ്ങനെയുള്ള നിന്നെ കിട്ടാനുണ്ടല്ലോ, കോടി പുണ്യം ചെയ്യണം. നിനക്ക് സങ്കടം സഹിക്കാൻ കഴിയില്ലെന്നൊക്കെ എനിക്കറിയാം. പ്രകാശും മനോജും ഒക്കെ സ്വന്തം അച്ഛനമ്മമാരുടെ കാശ് മേടിക്കാൻ നടക്കുന്നവരാടാ. ദുഷ്ടന്മാരാ. അവര് പറയുന്നത് കേട്ടുണ്ടല്ലോ, മോൻ പട്ടിണി കിടക്കണ്ട. നിന്റെ ഭക്ഷണം മേശപ്പുറത്ത് അടച്ചു വെച്ചിട്ടുണ്ട്, പോയി എടുത്തു കഴിക്ക. ചെല്ലു മക്കളെ, ചെല്ലടാ, ചെല്ല്, പോയി എടുത്തു കഴിക്ക. ചെവിയും നാക്കും ഇല്ലാത്തവനാ. സ്നേഹിക്കാൻ മാത്രം അറിയാവുന്ന കുട്ടി. എന്റെ കൃഷ്ണ, ഗുരുവായൂരപ്പ, ഭഗവാനെ. എനിക്ക് വേണ്ട, നീ കഴിച്ചോ? വേണ്ടടാ. മോനെ, മുത്തശ്ശി മരിക്കുമ്പോ മുത്തശ്ശിക്ക് വേണ്ടി തൂശനിലല്ലേ ഇതുപോലെ ഒരു പിടി ചോറ് ഉരുട്ടി വെക്കണം. വെളിച്ചോറ്. എന്നാലേ ഈ മുത്തശ്ശിക്ക് മോക്ഷം കിട്ടും, ആത്മാവിന് തൃപ്തി കിട്ടും. എന്താ ചേച്ചി വിഷമിച്ചിരിക്കുന്നേ? കല്യാണം എടുത്തു. അത് നടത്താനുള്ള പണത്തിന് ഓടി നടക്കുക അച്ഛനും അമ്മയും. പണം ഒത്തിട്ടില്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. അല്ലെങ്കിൽ മക്കളെ സഹായിക്കണം നമ്മ പറയില്ലായിരുന്നല്ലോ. ഒരു രീതിയിലും പ്രകാശേട്ടനും മനോജും കൊടുക്കില്ലെന്ന് മനസ്സിലായപ്പോഴാ അമ്മ മാറ്റി പറഞ്ഞത്. ശരിയല്ലേ വർഷേ? എന്നെക്കൊണ്ട് അച്ഛനും അമ്മയും എന്ന് സങ്കടം അനുഭവിച്ചിട്ടേ ഉള്ളൂ. കല്യാണം നടത്താനുള്ള പണം ശരിയായിട്ടുണ്ടാവില്ലെന്നാ എനിക്ക് തോന്നുന്നേ. അച്ഛനും അമ്മയ്ക്കും ഒരു താങ്ങാവണമെന്ന് ആഗ്രഹമില്ലാഞ്ഞിട്ടല്ല. ആഗ്രഹം മാത്രം പോരല്ല, ജോലിയും കൂലിയില്ലാത്ത എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും ചേച്ചി? എന്റെ പഠിത്തത്തിനുള്ള പണം പോലും അവരെ കൊണ്ട് ചെലവാക്കേണ്ടി വരുന്ന അവസ്ഥയാ എന്റേത്. ഞാൻ ആലോചിച്ചിട്ട് അതിനൊരു വഴിയേ ഉള്ളൂ, ഈ പഠിത്തം അങ്ങ് അവസാനിപ്പിക്കുക. പാടില്ല മോളെ, പഠിപ്പ് മുടക്കരുത്. പഠിച്ചു വലിയൊരു ജോലി നേടി അച്ഛനമ്മമാർക്ക് തുണയാകേണ്ടവളാ നീ. അതൊക്കെ അവിടെ നിൽക്കട്ടെ. ഇപ്പൊ അച്ഛനൊന്ന് സഹായിക്കാൻ എന്താ വഴിയെന്ന് ഞാൻ ആലോചിക്കുന്നത്. ചേച്ചി, ചേച്ചി എവിടെ പോവാ?
അമ്മേ കേട്ടില്ലേ, ഇയാളിൽ നിന്നും അച്ഛൻ 10 ലക്ഷം രൂപ കടം വാങ്ങിയിട്ടുണ്ടെന്ന്. അമ്മ അതിന് സാക്ഷിയാണ് പോലും. എന്റെ ഭർത്താവിന് നിങ്ങൾ പണം കൊടുക്കുന്നതിന് ഞാൻ സാക്ഷിയാണെന്നോ? അങ്ങനെയൊന്നും നടന്നിട്ടേ ഇല്ല. കള്ളമാണ് ഇയാള് പറയുന്നത്. ഇയാള് പറയുന്നതെല്ലാം പച്ച കള്ളമാ.